ഹലോ മുത്തുമണീസ്, നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി തലേന്ന് കുതിർത്ത കടല, ആവശ്യത്തിനുള്ള കടല വെള്ളത്തിൽ ഇടുമ്പം പിറ്റേന്നത്തേക്ക് അത് നല്ല വലുതായിട്ടുണ്ടാവും. അപ്പം നല്ല കുതിർത്ത കടല, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ 2 സവാള, പിന്നെ ഒരു തക്കാളി. നിങ്ങളെ കടലക്കറി ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ സാധനങ്ങളും ക്വാണ്ടിറ്റി കൂട്ടി എടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കി നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എല്ലാം അരിഞ്ഞതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടലയും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ. അപ്പം നമ്മുടെ കുക്കർ ചൂടായി വന്നു. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം കടുക് പൊട്ടി വന്നു. അപ്പോൾ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലോട്ട് നമ്മുടെ കടലയും അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാല, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഗരം മസാലയാണ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് അപ്പോൾ കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം, അത് കടല വേകാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സ്ഥലത്തും, അതിൻ്റെ ഈ മസാല എല്ലാം കൂടെയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വേവിച്ചെടുക്കണം കേട്ടോ. 2-3 വിസിൽ അടിക്കണം അത് വേവാൻ വേണ്ടി. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് അരിയും കൂടെ ഒന്ന് ആട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പാത്രം കഴുകലും തൂക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് വേണം. തേങ്ങ പലഞ്ഞ് നമുക്ക് കറിക്ക് ചേർക്കാം. അപ്പോൾ തേങ്ങ ചിരകിയത് എടുക്കണം. അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ കറിക്കൊന്ന് കുറുകുറുപ്പ് കിട്ടാൻ കുറച്ച്
അരിപ്പൊടി അരിമാവ് നമ്മളൊരു ചെറിയ സ്പൂൺ ഈ തേങ്ങാപ്പാലിലിട്ടൊന്ന് ചേർത്ത് നമ്മുടെ കറിയിൽ ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ല കുറുകുറുപ്പുണ്ടാവും. അപ്പം നമ്മുടെ കടലക്കറി 3 വിസിൽ കേട്ടപ്പോൾ ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി നന്നായിട്ടാണ്ടേ വെന്ത് കേട്ടോ. അത് എൻ്റെ കൈ കൊണ്ട് തൊട്ടാൽ അറിയാം. ചൂടും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തൊട്ടപ്പോൾ. അപ്പോൾ അത് എല്ലാം ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളി എല്ലാം വെന്തു. പിന്നെ നമുക്ക് അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് ഇത്തിരി കറിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും കറി വേണമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പം കുറവാണെങ്കിൽ അത് കറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചും കൂടെ എടുക്കണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.